കീപ്പ് ചെയ്യേണ്ട ഒരു ബേസിക് മാനേഴ്സ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് ജാസ്മിൻ ആയിരുന്നു, ഗബ്രി അല്ല. ഓക്കെ, പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ പറയുന്ന ഫിസിക്കൽ ബൗണ്ടറി എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടല്ലോ ഗബ്രി, ഈ ബ്രാൻഡ് സ്ട്രാപ്പ് കാണുന്ന സമയത്ത് അതെന്താണ്, കണ്ടാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ എനിക്ക് കാണിച്ചു തരാം എന്നൊക്കെ ജാസ്മിൻ പറയുന്നതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ബൗണ്ടറി ക്രോസ് ചെയ്ത ഒരു സംഭവം തന്നെയാണ്. പിന്നെ കയ്യിൽ നക്കുക, പിന്നെ പിടിച്ച് കടിക്കുക, ഇതൊക്കെ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ എന്താ പറയാ, ഈ നമുക്ക് വളരെ 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 വൾഗറായിട്ട്, ഒരിക്കലും കാണികളെ കുറ്റം പറയരുത്. ഏതൊരാൾ കമന്റ് ഇട്ട് കണ്ടിട്ടുണ്ടായിരുന്നു, എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ഗബ്രി നാളെ കല്യാണം കഴിഞ്ഞ് ഭാര്യയുമായിട്ട് പോകുന്ന സമയത്ത് പിന്നെ ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കണമെന്ന് ഞങ്ങൾ ഇന്നലെ ബസ് സ്റ്റോപ്പ് കണ്ടിട്ടുണ്ടായിരുന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട്. അപ്പൊ ഇവന് ഉണ്ടാവുന്ന ഫീലിംഗ് എന്താണെന്ന് നോക്കാലോ. ജാസ്മിന്റെ വൃത്തിയെ കുറിച്ചിട്ട് ഈ പറയുന്ന ഓൺലൈൻ മീഡിയാസിന്റെ അവര് ചോദിച്ച സമയത്ത് ഗബ്രി പറഞ്ഞ ഉത്തരം എന്താണ്? പിന്നെ ജീവിച്ചു വന്ന ശരി തന്നെയാണ്, ഞാൻ അതിനോട് യോജിക്കുന്നു. നമ്മള് ജീവിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മളെല്ലാം പഠിക്കുന്നത്. വൃത്തിയും പിന്നെ ഈ പറയുന്ന ബേസിക് മാനേഴ്സും റെസ്പെക്റ്റും എല്ലാം തുടങ്ങുന്നത് വീട്ടിൽ നിന്ന് തന്നെയാണ്. അതിന്റെ ഫുൾ ക്രെഡിറ്റ് പോകുന്നത് പാരന്റ്സിന് തന്നെയാണ്. പക്ഷേ ഗബ്രി യൂസ് ചെയ്തൊരു സാധനമുണ്ട്, മിഡിൽ ക്ലാസ്സിൽ ഉള്ള ഒരാള് ആ ഒരു ഫാമിലിനെ ഹൈ ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട ഒരാളാണ് ജാസ്മിൻ. അതിനിടയിൽ വിട്ടുപോയ എന്ത് നിന്റെ അടുത്ത് ആരാ പറഞ്ഞത് മിഡിൽ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഒരു പൈസ ഇല്ലാത്ത ഒരു മിതമായി ജീവിക്കുന്ന ആൾക്കാർക്ക് വൃത്തിയില്ല, അവരങ്ങനെയാണ് ആരാ പറഞ്ഞത് നിന്റെ അടുത്ത്? നീ ആകെ അങ്ങനെ ജീവിക്കുന്ന ജാസ്മിനെ മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ. മിഡിൽ ക്ലാസ്സിൽ നിന്ന് ഫാമിലീനെ അങ്ങ് പിന്നെ ഹൈ ലെവലിലേക്കും അംബാനിന്റെ തോളോട് തോൾ ചേരാൻ കഷ്ടപ്പെടുന്ന പിന്നെ ജാസ്മിനെ മാത്രം നീ കണ്ടിട്ടുണ്ടാവും വൃത്തിയില്ലാണ്ട്. ഞാൻ ടു ബി വെരി 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 ഓണസ്റ്റ് ഞാൻ പറയാം, നമ്മുടെ വൃത്തി കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്ത് നമ്മളെ കയ്യിലുള്ള പണമോ നമ്മളെ സ്റ്റാറ്റസോ ഒന്നുമല്ല. മിഡിൽ ക്ലാസ് ആവട്ടെ, ലോ ക്ലാസ് ആവട്ടെ, ഹൈ ക്ലാസ് ആവട്ടെ, ഇനി ബിസിനസ് ക്ലാസ് ആവട്ടെ, എന്തും ആവട്ടെ, പക്ഷെ ഈ കാലിലെ നഖം കടിക്കുക, പിന്നെ അതുപോലെ തന്നെ മൂക്ക് ചീറ്റുമ്പോൾ ശ്രദ്ധിക്കാതിരിക്കുക, തുമ്മുമ്പോൾ ശ്രദ്ധിക്കാതിരിക്കുക, പിന്നെ ബാക്കി എന്തും ആവട്ടെ, ഒരു എന്ത് കാര്യത്തിലാണ് ഈ പറയുന്ന കുട്ടിക്ക് വൃത്തിയുണ്ടെന്ന് പറയാ? ഒരു കാര്യത്തിലും വൃത്തിയില്ല. നമുക്ക് അതിൽ നിന്ന് വളരെ വളരെ കൃത്യമായിട്ട് ആ ഒരു ഷോ കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും ഒരു കാര്യത്തിലും വൃത്തിയില്ലാത്തൊരു കുട്ടിയാണ്.